എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, നല്ല സിനിമയാണ്. പുതിയ അഭിനേതാക്കളെല്ലാം നല്ല കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റുണ്ട്, ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു. നല്ല സിനിമയാണ്. ഒരു കോമഡി ഹൊറർ ടൈപ്പിലാണ് അവർ എടുത്തിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, നല്ലൊരു സിനിമ. പടം കുഴപ്പമില്ല, ഒരു ഹൊറർ കോമഡിയാണ്. അത്യാവശ്യം പുതിയ ക്യാരക്ടേഴ്സ് ആയാലും അത്യാവശ്യം നല്ല പടമാണ്, കുഴപ്പമില്ല. നല്ല പടം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അറിയണ ആൾക്കാരായതുകൊണ്ട് കൊമേഡിയൻസ് ഒക്കെ ആകുമ്പോൾ അതൊരു രസമുണ്ട്. ആര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുഞ്ഞു സിനിമയാണ്, ചെറിയൊരു സിനിമ, ഒരുപാട് പുതുമുഖങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് നല്ല സാധ്യത കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ത്രില്ലർ മൂവിയെന്നോ ക്യാമ്പസ് മൂവിയെന്നൊക്കെ പറയാം. ഒരുപാട് പുതിയ താരങ്ങളുടെ സിനിമയാണ്. അതിൽ ഒരു കുറച്ച് പരിചിതമായിട്ട് എനിക്ക് ഉള്ളത് റാഫി എന്ന് പറഞ്ഞ പയ്യൻ, മറ്റേ സീരിയലിലൊക്കെ ഉള്ള ചക്കപ്പഴം അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പയ്യൻ. ഒരു പ്രേതം ഭൂതം അതിൻ്റെ പുറകെയുള്ള അന്വേഷണം, ഒരുപാട് സിനിമയിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് തന്നെ ഒരു പ്രേതം, ഒരു ഗോസ്റ്റ് ആത്മാവ് ഒരു മറ്റുള്ളവരോട് ഒരു പ്രത്യേക കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവരതിൻ്റെ പുറകെ പോകും. നമ്മുടെ ഈ സർവ്വമായിലൊക്കെ ഉള്ള പറയുന്ന വിഷയം തന്നെ എന്നെ വേറൊരു രീതിയിൽ കാണിച്ചേക്കുന്നതേ ഉള്ളൂ. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ കാണിച്ചിട്ടുള്ള സിനിമ. മലയാള സിനിമയിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റ് ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ എടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതും ഒരു വലിയൊരു കഥയുടെ പകുതി പോർഷനെ ഈ സിനിമ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. കാരണം സിനിമ എങ്ങും എത്താതെയാണ് സിനിമ തീരുന്നത്. അതുമ്പോൾ ഈ സിനിമയിൽ പറയുന്ന കഥയ്ക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി അടുത്ത സിനിമയിൽ പറയും എന്നുള്ള അങ്ങനെ സിനിമ പറഞ്ഞു. ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തി സിനിമയെ കഥയുടെ വളരെ അപൂർണമായിട്ട് കൊണ്ട് നിർത്തി സിനിമ തീരുന്നു. അതാണ് സിനിമയിൽ. ഇപ്പോൾ തന്നെ ആകെ 3-7 ആളെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള. കാരണം നമുക്ക് ഒരുപാട് സർവമായ പോലെയുള്ള നല്ല നല്ല സിനിമകൾ കിട്ടിയിടത്ത് ആളുകൾ ഈ പറഞ്ഞ പോലെ സ്റ്റാഴ്സിനെയൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ സംവിധായകനെയും തിരക്കഥാകത്തിനെയും എന്നെയൊക്കെ നോക്കിയിട്ടല്ലേ ആളുകൾ കയറുന്നത്. ഈ പറഞ്ഞ പോലെ കാശ് അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കയറുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ വന്ന് കാണും. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഇതിൽ ഒന്ന് വലിയ ഹൈപ്പൊന്നും പറയാനുള്ള സിനിമയൊന്നുമല്ല. ഉള്ള പടത്തെ എനിക്ക് ബോറടിച്ചൊന്നുമില്ല. ഒരു ചെറിയ ഇതിൽ അവർ പറഞ്ഞു പോയിട്ടുണ്ട്, ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വേറെ മഹത്വമൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ അത് സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാഴ്സിൻ്റെയും അങ്ങനെയുള്ള സംവിധായകരെയും തിരക്കഥാകൃത്തിൻ്റെയും സിനിമകൾ നോക്കി പോകുന്നവരാണ് അധികം. അല്ലാതെ വെറുതെ സ്വന്തം കാശ് കളയാൻ വേണ്ടി ആഗ്രഹിച്ച് ആരും വന്ന് കാണൂല. ഇതിൽ തിയേറ്ററിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള കാര്യം സംശയമാണ്. എന്നാലും എനിക്ക് അടിയൊന്നുമില്ല. ഞാൻ കണ്ടുകൊണ്ടിരുന്ന സിനിമ കൊച്ചു സിനിമയാണ്. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ പുതുമുഖങ്ങളിലുണ്ട്. അവരുടെയൊക്കെ ഒരു ഭാവിയൊക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കുമല്ലോ അവർ സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള ആ രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു. ചെറിയൊരു സിനിമ, വെറുതെ കണ്ടുകൊണ്ടിരിക്കാം.